ശ്രമൻ കാരശ്ശേരി, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമ്മൾ ഈ കാഫിർ വിഷയം ചർച്ച ചെയ്തതാണ്. അതിന്റെ തുടക്കം എവിടെ എന്നതിന്റെ സൂചനകൾ അന്ന് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത് ഷെയർ ചെയ്തു. ഇപ്പോൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റിന്റെ പേരടക്കം ഇതിനകം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സാക്ഷി ചേർത്തു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. ഇത് എങ്ങനെ അവസാനിക്കുമെന്നാണ് കാരശ്ശേരി മാഷ് കരുതുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിധി പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവിന് പരാജയം സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറി. കെ ശൈലജ എന്ന എല്ലാവരും ആദരിക്കുന്ന രാഷ്ട്രീയ നേതാവ് അവിടെ പരാജയപ്പെട്ടത് എങ്ങനെയെന്നുകൂടി പാർട്ടി ആലോചിക്കേണ്ടേ? സ്മൃതി, ഈ പോസ്റ്റിനെ പറ്റി വാർത്ത വന്ന ഉടനെ തന്നെ എന്നെപ്പോലുള്ള അനേകം ആളുകൾ അത് UDF-കാർ ചെയ്തതാണെങ്കിൽ അവർക്ക് അത് തിരിച്ചടിയാവും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി വോട്ടർമാരല്ലാതെ നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു തവണ LDF-ന്, ഒരു തവണ UDF-ന്, അല്ലെ BJP-ക്ക് അങ്ങനെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാധനം വന്നാൽ അതിൻ്റെ കേട് ഷാഫി പറമ്പിലിനാവും എന്നാലോചിക്കാനുള്ള വകതിരിവ് കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും UDF-കാർക്ക് പൊതുവെ ഉണ്ട് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ CPM അവരുടെ ശൈലി തിരുത്തും എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം KK ലതിക എന്ന് പറയുന്ന CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അത് ഷെയർ ചെയ്തത് അതിൻ്റെ അപകടം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാണ് എന്ന തരത്തിൽ ന്യായീകരിച്ചാൽ അങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കിയതും ആ അപകടം പഠിപ്പിക്കാനാണെന്ന് വേറൊരാൾക്ക് പറയാം. അപ്പോൾ ശൈലജ ടീച്ചറും MV ജയരാജനും തള്ളിപ്പറഞ്ഞ ഒരു കാര്യം പോലും MV ഗോവിന്ദൻ മാഷ് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരത്തെ വനിതാ മേയറും അവരുടെ ഭർത്താവും കൂടി യാത്ര ചെയ്യുന്ന കാറിൽ മുന്നിൽ പോകുന്ന ഒരു KSRTC ബസ്സിലെ ഡ്രൈവർ അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിൽ ഒരാൾക്ക് പോലീസിന് ഫോൺ ചെയ്താൽ മതി. അത് ചെയ്യാതെ കാറ് കൊണ്ടുപോയി അതിൻ്റെ മുമ്പിൽ നിർത്തിയ വണ്ടി തടഞ്ഞ് എല്ലാ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം അവരുടെ CCTV-യിലെ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നാ. അതിൻ്റെ അർത്ഥം എന്താ? മെമ്മറി കാർഡ് കാണണമല്ലോ, എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തത്? അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് രണ്ട് തരത്തിലാണ് പൗരന്മാരെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ CPM-ന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം വരുന്ന കേസുകൾ അന്വേഷിക്കാതിരിക്കുക, അന്വേഷിച്ചാൽ തന്നെ അത് തെളിയാതിരിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്കറിയുന്ന ആളുകൾ മറന്നുപോകാത്തതാണ് ഇവിടുത്തെ സ്ത്രീകളെ ആക്രമിച്ച കേസുകളൊക്കെ. അപ്പോൾ CPM-ന്റെ അനുഭാവികളോ അനുയായികളോ നേതാക്കന്മാരോ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രതിസ്ഥാനത്ത് വരും എന്നുണ്ടെങ്കിൽ അന്വേഷണം അവിടെ വഴിമുട്ടി നിൽക്കും. ഇപ്പോൾ CCTV ക്യാമറ മെമ്മറി കാർഡ് കാണാനില്ലല്ലോ, അതൊന്നും ആവില്ല, യാതൊന്നും ആവില്ല. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയം നടത്തിയാൽ, ഇപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. കോഴിക്കോട് മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാണ്, CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ എളമരം കരീം. കോഴിക്കോടിൻ്റെ പല ഭാഗത്തും പതിച്ച പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തത് കരീം ക എന്നാണ്. കരീം ക എന്നൊരു പേര് ബാലറ്റ് പേപ്പറിൽ ഇതിലുണ്ടാവില്ലല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് കരീം എന്നായിരിക്കുമല്ലോ. കരീം ക എന്ന് പറയുന്നത് എന്തിനാ? അപ്പോൾ ഇത് സ്ഥിരമായൊരു ഏർപ്പാടാണ്. ഇപ്പോൾ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം ബഹുമാനപ്പെട്ട KK രമ MLA ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇത് ഇവരൊന്നും പഠിക്കുന്നില്ല. ആ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചതെന്ന് പഠിക്കേണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ അവരൊന്നും പഠിക്കുന്നില്ല, ഒന്നും തിരുത്തുന്നില്ല. മാത്രമല്ല, ഈ നേതാക്കന്മാരെക്കാൾ എത്രയോ കഷ്ടമായിട്ടാണ് അവരുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ പെരുമാറുന്ന അനുയായികൾ. അവർക്ക് പാർട്ടിക്കെതിരായിട്ടോ മുന്നണിക്കെതിരായിട്ടോ ഭരണത്തിനെതിരായിട്ടോ ഒരു വാക്ക് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള തെറിവാക്കുകളാണ് വരിക എന്ന് എന്നെപ്പോലെ അനുഭവമുള്ള എത്രയോ ആളുകളുണ്ട്. ഞാനൊന്നും നോക്കാറില്ല, കാരണം അവരെന്താ പറയാന്ന് എനിക്കൊരു ഊഹമുണ്ട്. മിക്കവരും അങ്ങനെ ആയിരിക്കും, കാരണം നേരം കളയാൻ മാത്രമല്ല അത്. അപ്പോൾ ഈ തരം ഒരു അസഹിഷ്ണുത ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിന് ചേർന്നതല്ല. ഇവിടെ ഭരണമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് CPM-ആണ്. അവരുടെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത്. ആഭ്യന്തര വകുപ്പ് 24 മണിക്കൂർ കൊണ്ട് ഈ കാഫർ പോസ്റ്റ് ഇട്ട ആൾ ആരാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് വൈകി എന്നതിന് തന്നെ അർത്ഥം
അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് എന്ന് സാമാന്യമായി ജനങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും ആർക്കും ഒരു സംശയം വരാനിടയില്ല. എന്നിട്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു വാക്കുകൂടി സ്മൃതി, എലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യസഭാ മെമ്പറായ ശ്രീ എ റഹീം എമ്മാതിരി അധിക്ഷേപമാണ് ഷാഫി പറമ്പലിനെതിരായിട്ട് ഉന്നയിച്ചത്. അദ്ദേഹം വിഷമാണെന്ന് പറഞ്ഞു. ഒരു MP ആണ് പറയുന്നത്. ആ MP ആണ് ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതാവാണ് എന്നുള്ള ഒരു നിലവാരം വിട്ടിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു തെളിവും ഇല്ലാതെയാണ് അന്ന് ഷാഫി പറമ്പിലിനെ കഠിനമായി എ റഹീം അധിക്ഷേപിച്ചത്. അതൊക്കെ ജനാധിപത്യത്തോടും ജനപ്രതിനിധികളോടും കാണിക്കുന്ന അങ്ങേയറ്റത്തെ ധിക്കാരമാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ജനവിധി പുറത്തു വന്ന ശേഷവും നേതാക്കളുടെ പ്രതികരണം അതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.